Hello, my dear students. Welcome back. Today's video is on the ballad of Father Gilligan. As the name suggests, the poem is a ballad. And what's a ballad? Yes, a ballad is a poem or song narrating a story in short stanzas. It is very musical, rhythmic. ഒരു കഥ പറയുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നാടോടി പാട്ടുകളൊക്കെയാണ് ബാലഡ്സ് എന്ന് പറയുക. നമ്മുടെ വടക്കൻ പാട്ടുകൾ കേട്ടിട്ടില്ലേ? They are of unknown authorship. We don't know who wrote them. Our poem, The Ballad of Father Gilligan, is a literary ballad. And what's a literary ballad? Yes, ഈ ട്രഡീഷണൽ ബാലഡ്സ് ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിവുണ്ടാവില്ല. പക്ഷേ ആ ട്രഡീഷണൽ ബാലഡ്സ് ഓർ ഫോക്ക് ബാലഡ്സിനെ അനുകരിച്ച് ഏതെങ്കിലും പോയിറ്റ് എഴുതുന്ന ബാലഡ്സിനെയാണ് നമ്മൾ ലിറ്റററി ബാലഡ്സ് എന്ന് പറയാറുള്ളത്. The Ballad of Father Gilligan is written by William Butler Yeats, W.B. Yeats. W.B. Yeats was born on June 13, 1865 at Sandymount, Ireland. He was an Irish poet. He was a poet, dramatist and prose writer and one of the greatest English literary figures. His notable works include Easter 1916, The Tower, A Vision, etc. He received the Nobel Prize for Literature in 1923. He passed away in 1939. Let's go to the poem. I'm not going to explain it word by word. ആദ്യം നമുക്കൊരു ചെറിയ സമ്മറി നോക്കാം. Then let's go to the poetic devices. The poem tells us the story of an old priest who is very dedicated and rendered selfless service to the poor and needy in his parish. Father Gilligan is very tired. Do you know why? Yes, there is an epidemic and half of his parishioners were either dead or sick. ഫാദർ ഗില്ലിഗൻ്റെ ഇടവക ജനങ്ങളിൽ പകുതി പേരും ഒന്നുകിൽ സിക്കാണ് അല്ലെങ്കിൽ ഡെഡാണ്. ആൻഡ് ഹീ ഹാസ് ടു ഗിവ് ദ ലാസ്റ്റ് സാക്രിമെൻറ്റൽസ്, ദാറ്റ് ഈസ് എക്സ്ട്രീം അങ്ഷൻ ടു ദീസ് പീപ്പിൾ. അന്ത്യകൂദാശയൊക്കെ കൊടുക്കാൻ അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. ആൻഡ് വൺ ഈവനിങ് വൈൽ ഹി വാസ് സിറ്റിംഗ് വെരി ടയേർഡ് ഇൻ എ ചെയർ സം പുവർ ഡൈയിങ് മാൻ സെൻഡ് ഫോർ ഹിം ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ടു ഗ്രീവ്. ഒരു വൈകുന്നേരം അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടിരിക്കുമ്പോൾ രോഗിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ആളയക്കുന്നു. ആൻഡ് ഹി വാസ് വെരി ടയേർഡ്. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യവും സങ്കടവും അനുഭവപ്പെടുന്നു. ഹി ലെമൻസ് ദാറ്റ് ഹി ഡസൻറ്റ് ഹാവ് റെസ്റ്റ്, ജോയ് ഓർ പീസ് ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ കീപ് ഡൈയിങ്. എനിക്ക് റെസ്റ്റോ സന്തോഷമോ സമാധാനമോ ഒന്നുമില്ല ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ എന്ന് അദ്ദേഹം പരാതിപ്പെടുകയാണ്. ബട്ട് ദെൻ ഹി ക്രൈഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ ഗോഡ്സ് ഫോർഗീവ്നെസ്. എന്നിട്ട് അദ്ദേഹം ഉടൻ തന്നെ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ബൈ സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ബോഡി ദാറ്റ് സ്പീക്ക്, നോട്ട് ഹീ. ഞാനല്ല, എൻ്റെ ശരീരമാണ് സംസാരിച്ചത്, അറിയാതെ പറഞ്ഞു പോയി. ആസ് എ പ്രീസ്റ്റ് ഐ വാസ് നോട്ട് സപ്പോസ് ടു സേ സച്ച് തിങ്സ് എന്ന് അദ്ദേഹം പറയുന്നു. ആഫ്റ്റർ ആസ്കിങ് ഗോഡ് ഫോർഗീവ്നെസ് ഹി നെൽറ്റ് ആൻഡ് പ്രേയ്ഡ്, ബട്ട് ആസ് ഹി വാസ് എക്സോസ്റ്റഡ് ഹി ഫെൽ അസ്ലീപ്പ് ആൻഡ് ദെൻ കെയിം ദ നൈറ്റ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവാണ്. അങ്ങനെ രാത്രിയാവുന്നു. ദ മോത്ത് അവർ, അതായത് ഈവനിങ്, വെൻ ഫ്രം ദ ഫീൽഡ്സ്, വൈകുന്നേരം കഴിഞ്ഞു. ആൻഡ് സ്റ്റാർസ് കെയിം ഇൻ ദ സ്കൈ. ദ പ്രീസ്റ്റ് വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ. മോർണിംഗ് ആയപ്പോഴാണ് നമ്മുടെ ഫാദർ ഉണരുന്നത്. ദെൻ ഹി ഫെൽറ്റ് വെരി സാഡ്. മൊറോൺ ഹി ലെമൻസ്. കഷ്ടം, I failed to perform my duties and that poor sick man died, അദ്ദേഹം പറയുന്നു. Then he roused his horse, തൻ്റെ കുതിരയെ ഉണർത്തി, and rode with very little care. കുതിരയെ ഉണർത്തിയിട്ട് വളരെ ദുർഘടമായ വഴികളിലൂടെ വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ച് പോയി. He rode through rocky lane and fen. When he reached the poor man's house, his wife opened the door. And she seemed surprised to see the priest and exclaimed that, "Father, you came again." അദ്ദേഹം ആ സിക്ക് മാൻ്റെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ വൈഫ് ഫാദറിനെ കണ്ടിട്ട് അത്ഭുതപ്പെടുവാണ്. ഓക്കെ, വൈ വാസ് ഷീ സർപ്രൈസ്ഡ്? എന്താ അവർ സർപ്രൈസ് ആവാൻ കാരണം? യെസ്, ദ ലേഡി സെഡ് ദാറ്റ് ദ സിക്ക് മാൻ ഹാഡ് റിസീവ്ഡ് എക്സ്ട്രീം അങ്ഷൻ ഫ്രം ദ പ്രീസ്റ്റ് ആൻഡ് പാസ്ഡ് അവേ ആസ് മെറി ആസ് എ ബേർഡ്.
പ്രീസ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഗില്ലിഗൺ നേരത്തെ തന്നെ അവിടെ എത്തി തൻ്റെ ഡ്യൂട്ടിയൊക്കെ പെർഫോം ചെയ്യുകയും ആ സിക്ക് മാൻ വളരെ സന്തോഷത്തോടെ മരിക്കുകയും ചെയ്തു എന്നാണ് ആ ലേഡി പറഞ്ഞത്. By hearing her words, Father Gilligan knelt down. He expresses his gratitude. He knew that in his need, God Almighty considered him and sent an angel to perform his religious duties. അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല, പക്ഷെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ദൈവം ഒരു ഏഞ്ചലിനെ അവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട് അയാൾക്ക് വേണ്ടി. ഈ ഒരു പാവ മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഏഞ്ചലിനെ അയച്ചു കൊടുത്തു എന്ന് ഫാദർ ഗില്ലിഗൺ മനസ്സിലാക്കുന്നു. He said that God Almighty, who is the creator of everything, who is the most powerful, had mercy on the least of things. ദൈവം സർവശക്തനാണ്, ഏറ്റവും പവർഫുള്ളാണ്. അത്രയും വലിയവനായിട്ടുള്ള ദൈവം ഈ നിസ്സാരനായ എന്നെ സഹായിക്കാൻ ഒരു ഏഞ്ചലിനെ അയച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുന്നു. So this is the story narrated by this ballad. This ballad is a religious and universal one. വളരെ കാത്തലിക് ആയിട്ടുള്ള ഒരു ബാലഡാണ്. ദ പോയം ഹാസ് വിഷ്വൽ ഇമേജസ്. ഒരുപാട് വിഷ്വൽ ഇമേജസ് ഈ കവിതയിലുണ്ട്. സച്ചസ് ഗ്രീൻ സോഡ്സ്, സ്റ്റാർസ് പീപ്പിംഗ്, മോത്സ്, റോക്കി ലെയിൻ ആൻഡ് ഫെൻ, പർപ്പിൾ റോബ്സ്, എക്സെട്ര. The auditory images in the poem include the chirping of sparrow, prey, leaves shake in the wind, etc. The rhyme scheme of the poem is AB, CB. And the poet uses simile. കവിതയിൽ സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി ഈസ് ദ കമ്പാരിസൺ യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ആസ് എക്സെട്ര. ലൈക്ക് അല്ലെങ്കിൽ ആസ് തുടങ്ങിയ വേർഡ്സ് ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ അതിന് നമ്മൾ സിമിലി എന്ന് പറയുന്നു. മലയാളത്തിൽ ഉപമ എന്നൊക്കെ പറയില്ലേ. സോ ഇൻ ദിസ് ലൈൻ, ആസ് മെറി ആസ് എ ബേർഡ്, ഹി യൂസസ് സിമിലി. ഒരു പക്ഷിയെപ്പോലെ സന്തോഷത്തോടു കൂടി, ആസ് മെറി ആസ് എ ബേർഡ്. സോ അവിടെ സിമിലിയാണ് ഉപയോഗിച്ചിരിക്കാം. അനദർ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഈസ് പെർസോണിഫിക്കേഷൻ. ആൻഡ് പെർസോണിഫിക്കേഷൻ ഈസ് ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഹ്യൂമൻ. ഹ്യൂമൻ അല്ലാത്ത, മനുഷ്യനല്ലാത്ത ഒരു കാര്യത്തിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മളതിനെ പെർസോണിഫിക്കേഷൻ എന്ന് പറയും. ഹിയർ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. നക്ഷത്രങ്ങൾ എത്തി നോക്കി എന്ന് പറയുമ്പോൾ അവിടെ പെർസോണിഫിക്കേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ റിഫ്രൈൻ ഇൻ ദിസ് പോയം. എന്താണ് റിഫ്രൈൻ? യെസ്, റിഫ്രൈൻ ഈസ് എ ഷോർട്ട് സിമ്പിൾ പാർട്ട് ഓഫ് എ സോങ് വിച്ച് ഇസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. കവിതയിൽ ആവർത്തിക്കപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയാം. ഇൻ ദിസ് പോയം ദ റിഫ്രൈൻ ഈസ് ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അതൊരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദിസ് പോയം. Alliteration is the repetition of the initial consonant sounds in a group of words. Example, Moron, Moron, the man has died. And I have no rest, nor joy, nor peace, etc. So I hope you enjoyed the poem. Let's meet in the next class. Thank you.